നമസ്കാരം. കേരളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാമുദായിക നേതാവ് എന്നുള്ളതിനപ്പുറം പല രാഷ്ട്രീയ പാർട്ടിക്കാരും വിചാരിക്കുന്നത് അവരുടെ വോട്ട് ബാങ്കിനെ കൃത്യമായി സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു ജീവിച്ചിരിക്കുന്ന നേതാവ് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് UDF-ലായാലും LDF-ലായാലും ഈവൻ BJP-യിലായാലും വിശ്വസിക്കുന്ന പല നേതാക്കന്മാരുണ്ട്. വെള്ളാപ്പള്ളിയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി എക്കാലത്തും പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10 വർഷം കാലയളവ് വല്ലാണ്ട് വർഗീയത ഉപ്പുന്നത്, പ്രത്യേകിച്ച് മലബാറിന് തന്നെ പ്രത്യേകിച്ച് ഒരു മലപ്പുറം ജില്ല എന്നുള്ള ഒരു ജില്ലക്കെതിരെ, അതിലുപരി മുസ്ലിം ലീഗ് എന്നുള്ളൊരു പാർട്ടിക്കെതിരെ. ഇപ്പം ഏറ്റവും പുതുതായിട്ട് ഇപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ യോഗനാഥത്തിൽ ഇന്നലെ അദ്ദേഹം കൊടുത്ത ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, മതേതര കുപ്പായമണിഞ്ഞ ലക്ഷണമൊത്ത വർഗീയ സംഘടനയാണ് ലീഗ് കഴിക്കുന്നതും ഭക്ഷണം, തുപ്പുന്നതും ഭക്ഷണം, വർഗീയത, എല്ലാം വർഗീയത എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട് പല മാധ്യമങ്ങളും അദ്ദേഹത്തെ വേട്ടയാടുകയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇപ്പോൾ ഈ കുറച്ച് കാലയളവായിട്ട് പിണറായി വിജയന്റെ തോൽവിക്ക് കാരണം വെള്ളാപ്പള്ളിയാണ് എന്നുള്ളത് അവസാനം CPM വരെ സമ്മതിച്ചു. CPM-ന്റെ റിപ്പോർട്ടിൽ പ്രകാരം അവർ പറയുന്നുണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ കൃത്യമായി ഇന്നിപ്പോൾ CPI-യും പറഞ്ഞിട്ടുണ്ട് അവസാനം. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും പരസ്യമായി സമ്മതിക്കുന്ന ഒരു കാര്യമാണ് വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്, വാ തുറന്നാൽ പുറത്തോട്ട് വരുന്നത് വർഗീയവാദം മാത്രമാണ് എന്നുള്ളത്. പക്ഷെ വെള്ളാപ്പള്ളി പറയുന്നത് അങ്ങനെയല്ല, തന്നെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നുള്ള പല തരത്തിലും വരുന്നത്. ഇപ്പോഴും അദ്ദേഹം ലീഗിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല, അതിരൂക്ഷമായിട്ടാണ് ഇപ്പോൾ പറയുന്നത് മതേതര കുപ്പായമുട്ട വർഗീയവാദി തന്നെയാണ് ലീഗ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ സാർ എങ്ങനെയാണ് വിഷയത്തെ കാണുന്നത്? ഞാനിത് കാണുന്നത് വെള്ളാപ്പള്ളിക്ക് ഇതൊരു നിലനിൽപ്പിൻ്റെ സമരമാണ്. അദ്ദേഹത്തിന് ഇത്രയും പ്രായമായി, SNDP സംഘടനയുടെ ഹോൾഡ് കുറഞ്ഞു വരികയാണ്. ചില താലൂക്കുകളിൽ വെച്ച് ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തിനെതിരായി ചിന്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാസവൻ, CPM-ലെ ചാവേറായിരുന്ന വാസവൻ ഇത്തവണത്തെ ഇലക്ഷനിൽ 20,000-ലധികം വോട്ടിനാണ് തോറ്റത്. പക്ഷേ അതൊരു SNDP നേതാവിനോട് തന്നെയാണ് തോറ്റത്, അപ്പോട്ടെ നാട്ടാൻ സുരേഷ്. അപ്പോൾ ഈ വെള്ളാപ്പള്ളിയുടെ ഹോൾഡ് കുറഞ്ഞെന്ന് മനസ്സിലാകുമ്പോൾ വെള്ളാപ്പള്ളിക്ക് ആവശ്യം വെള്ളാപ്പള്ളിയായിട്ട് ബന്ധപ്പെട്ട വ്യക്തിപരമായ ചില കേസുകളുണ്ട്, കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്, മൈക്രോ ഫിനാൻസിൻ്റെ കേസുണ്ട്. ഇത്തരം കേസുകൾ പരിക്കില്ലാതെ രക്ഷപ്പെടണം. KK മഹേഷിൻ്റെ ആത്മഹത്യ പരിക്കില്ലാതെ രക്ഷപ്പെടണം. അപ്പോൾ പരിക്കില്ലാതെ രക്ഷപ്പെടണമെങ്കിൽ ഇനിയിപ്പോൾ പിണറായി വിജയൻ വിചാരിച്ച കേരളത്തിലെ നടക്കുകയല്ലോ, കേന്ദ്രത്തിലേക്ക് മകൻ അവിടെയുണ്ട്, തുഷാർ വെള്ളാപ്പള്ളിയുണ്ട്. കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ അവസാന ഘട്ടത്തിൽ പരിഹരിക്കാൻ. പക്ഷേ ആദ്യ ഘട്ടത്തിൽ ഇതൊന്ന് ഒതുക്കി തീർക്കണമെങ്കിൽ കേരള ഗവൺമെൻറ് ആയി. അതിനാരാണ്? VD സതീശനെ തെറി പറഞ്ഞ് മാക്സിമം അകറ്റിയിരിക്കുകയാണ്. എന്തായാലും VD സതീശനോട് ഒത്തുപോകില്ല എന്നുള്ള ഉറപ്പാണ്. UDF-ലെ പ്രധാനപ്പെട്ട ആൾ VD സതീശനാണെന്ന് അറിയും. ഇപ്പോൾ VD സതീശൻ എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ തൽക്കാലം ഒരു കോൺഗ്രസ് നേതാവ് മുതിരുമെന്ന് തോന്നില്ല, ബോധമുള്ള ചെയ്യില്ല. അപ്പോൾ എന്താ പിന്നുള്ള മാർഗം എന്നാ? VD സതീശൻ്റെ മേൽ പ്രഷർ ചെലുത്താൻ പറ്റുന്ന ഏക വിഭാഗം പണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിനും വെള്ളാപ്പള്ളിയെ വെറുപ്പിക്കേണ്ടെന്ന് കാണാം. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കും വെള്ളാപ്പള്ളിയെ വെറുപ്പിക്കേണ്ടെന്ന് കാണുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കും മുസ്ലിം ലീഗുമായിട്ടൊരു ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ ഈ സാറ് പറഞ്ഞതിന് ചുരുക്കത്തുക എന്ന് പറഞ്ഞാൽ ലീഗുമായ ഒരു വിലവേശലിനാണ് വെള്ളാപ്പള്ളി വിലവേശൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സതീശനായിട്ട് വിലവേശൽ ഇങ്ങനെ സതീശൻ മോശമാണ്, മുഖ്യമന്ത്രിയാൻ കൊള്ളിയില്ല എന്ന് പറയുമ്പോൾ വേണം സതീശൻ ചെന്ന് വെള്ളാപ്പള്ളിയെ കണ്ട് ഞാൻ താങ്കൾ പറഞ്ഞോളൂ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് സതീശൻ നല്ലവൻ തന്നെയാവും. ഇത്തരം ആൾക്കാർക്കെല്ലാം വിലവേശൽ ഉദ്ദേശിച്ച് പറയുന്നവർക്കെല്ലാം ഉള്ള പ്രധാനപ്പെട്ട ഇതാണ് ഈ വിലവേശൽ. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയായിട്ട് എതിർക്കുന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ UDF-നും മുസ്ലിം ലീഗിനെ കൂടെ നിർത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ലീഗ് വെള്ളാപ്പള്ളിയായിട്ടുള്ള ശത്രുത ലീഗിന് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ കൊല്ലത്തൊക്കെ നല്ല വിജയം കിട്ടി, നാളെ വേണമെങ്കിൽ ഇതിൽ വരാം. കാരണം വെള്ളാപ്പള്ളിയെ രാഷ്ട്രീയമായിട്ട് എതിർത്താൽ കുഴപ്പമില്ല. ഇനി വെള്ളാപ്പള്ളിയെ UDF ദ്രോഹിച്ചു എന്നുള്ള ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈഴവൻ പ്രതികരിക്കും. ഇപ്പോൾ വെള്ളാപ്പള്ളി ഒന്നും ചെയ്യുന്നില്ലല്ലോ, കോൺഗ്രസ് ജയിച്ചില്ലേ, പ്രതികരിക്കും. അതുകൊണ്ടാണ് മോൻസ് ജോസഫ് ഇയാളെ കാണാൻ പോയി, വെള്ളാപ്പള്ളിയെ കാണാൻ പോയി. എന്തുകൊണ്ട് ലീഗും കുഞ്ഞാലിക്കുട്ടിയും പണക്കാടുകളൊന്നും ഇവർ തമ്മിൽ സംസാരം ഉണ്ടായിക്കൂടാ? മോൻസ് ജോസഫ് കേരള കോൺഗ്രസിൻ്റെ പോയി അല്ലേ, ബിന്ദു കൃഷ്ണ കോൺഗ്രസിൽ നിന്ന് പോയി. ഇവരെല്ലാം പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് പോയിക്കൂടാ? വെള്ളാപ്പള്ളിയും കുഞ്ഞാലിക്കുട്ടിയുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ച നടന്നുകൂടാ എന്നാണ് ആലോചിക്കത്തില്ലേ? അതിനുള്ള ഇടനിലക്കാരായിട്ട് ഇവർക്ക് ആർക്ക് മാറാം? അടൂർ പ്രകാശൻ മാറാം, UDF-ൻ്റെ കൺവീനറിലൂടെ നല്ല സ്വാധീനമുണ്ട്, വെള്ളാപ്പള്ളിയുടെ നല്ല ബന്ധമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ മുന്നണി ബന്ധത്തിൽ മാറ്റം വരികയാണെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് അധികം കച്ചവടമൊന്നും ഇനി കാണിയില്ല, അത് ഇത്രയേ ഉള്ളൂ താനും. ഒന്ന്, തുഷാർ വെള്ളാപ്പള്ളി വഴി BJP കേരളത്തിൽ ഒന്നാമത്തെ കക്ഷിയാകണം. രണ്ടാമത്തത്, വെള്ളാപ്പള്ളിക്ക് മരിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിൻ്റെ കേസൊക്കെ തീർത്ത് സ്വസ്ഥമായി SNDP-യുടെ വീരനായകൻ എന്നുള്ള നിലയിൽ
മരിക്കണം, നവോത്ഥാന നായകൻ എന്നുള്ളത് മരിക്കാൻ പറ്റി അത്രയും നല്ലത്. അതാണ് വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത്. അതിന് ഇപ്പോൾ മുസ്ലിം ലീഗാണ് ഭരണത്തിൽ ഏറ്റവും സ്വാധീനമുള്ള മറ്റൊരു ഘടകകക്ഷി. മുസ്ലിം ലീഗ് വഴി സതീശനെ നേരിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റിയില്ല. ബിന്ദുകൃഷ്ണയൊക്കെ പോയതോടുകൂടി തന്നെ കോൺഗ്രസിൽ വെള്ളാപ്പള്ളിയോടുള്ള സാധാരണ കോൺഗ്രസ്സുകാരുടെ നിലപാട് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ നിലപാട് മനസ്സിലായി. മുസ്ലിം ലീഗിൻ്റെ സമുദായം പറഞ്ഞുള്ള രാഷ്ട്രീയം പറഞ്ഞുള്ള എതിർപ്പല്ല, അത് ശ്രദ്ധിക്കണം. സമുദായം പറഞ്ഞുള്ള എതിർപ്പായിട്ട് പറഞ്ഞ് കോംപ്രമൈസ് ആകാം. ഇവിടെ എത്ര പ്രാവശ്യം SNDP NSS ആയിട്ട് തെറ്റിയിട്ടുണ്ട്. നമ്പൂരി മുതൽ നായാടി വരെ നമ്മൾ നടന്നതല്ലേ. എന്നിട്ട് വീണ്ടും യോജിപ്പായില്ല. യോജിപ്പായി വളരുകയും ചെയ്തു. പൗരപ്രമുഖരുടെ യോഗം പിണറായി വിജയൻ വിളിച്ചപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? വെള്ളാപ്പള്ളി സുകുമാരൻ നായരല്ലേ ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. വെള്ളാപ്പള്ളി ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞിരിക്കുന്നവരെ സുകുമാരൻ നായരെയാണ്. ഇവർ രണ്ടും ഒരുമിച്ചായില്ലേ. അപ്പോൾ നാളെ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയും കുഞ്ഞാലിക്കുട്ടിയും ഒന്നിച്ച് ആയിക്കൂടാ എന്നൂടെ നമ്മൾ ആലോചിക്കണം. വെള്ളാപ്പള്ളിക്ക് വില പേശാനുള്ള ഏറ്റവും നല്ല മാർഗം, കോൺഗ്രസിനെ പ്രഷർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം കുഞ്ഞാലിക്കുട്ടി വഴി അല്ലെ മുസ്ലിം ലീഗ് വഴിയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ആ മനുഷ്യൻ കുഞ്ഞാലിക്കുട്ടി തന്നെ തിരുപറയും. വെള്ളാപ്പള്ളി പറയുന്നതിന് പിന്നിലെ കൃത്യമായ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടെന്ന് ആകത്തുക. നമ്മൾ ഇങ്ങനെ നോക്കിപ്പോയാൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല കുഞ്ഞാലിക്കുട്ടി സമ്മതിച്ചാലും അത് ലീഗ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഷാജി മുനീർ, MK മുനീറിന് ഇപ്പോൾ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും KM ഷാജി, MK മുനീർ ആ ഒരു വിഭാഗം ഒരു ഭാഗത്ത്, മറുവശത്ത് ഈ പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വിഭാഗം. ഇതിൽ രണ്ടിലും തോളി ചൂട്ടിക്കൂടെ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. എൻ്റെ മണ്ഡലത്തിലെ ആൾ കൂടിയാണ്. ആൾ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും തെറ്റിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ബാലൻസിങ് ഫോഴ്സ് ആയിട്ട് നിൽക്കുക. അതെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മന്ത്രി വകുപ്പ് വരെ കിട്ടിയത്. കാരണം അവിടെ വേറെ ആൾക്കാരുണ്ട്, സീനിയോറിറ്റിയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും തെറ്റിക്കാണ്ട് രണ്ടുപേരും സമ്മതപ്രിയനായ ഒരാളെന്നുള്ള നിലക്കാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ ഒരാളുടെ രണ്ടത്താണി ഉണ്ടായിരുന്നു, അബ്ദുറഹ്മാൻ രണ്ടത്താണി. ഇത്തവണ മത്സരിച്ചില്ലല്ലോ. അപ്പം എന്തായാലും അങ്ങനെ ഒരു വശത്ത്. പക്ഷെ ഷാജിയെ പോലുള്ള ആൾക്കാർ ഇത്തരത്തിൽ വരുമ്പോൾ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരാൾ തന്നെയാണ് ഷാജിയൊക്കെ. ഒരു തരത്തിലും വിട്ടുവീഴ്ച. നമുക്ക് ഷാജിയുടെ ഒരു പ്രസംഗമുണ്ട്, മതമാണ് 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 പ്രശ്നം, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം മതം തന്നെയാണെന്ന് പറയുന്ന. അപ്പൊ അത്തരത്തിൽ രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം. അതെ, ഒന്ന് അത് ഈ പറഞ്ഞ പോലെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് പറയുന്നവരുണ്ട്. ഇപ്പൊ ലീഗിൽ സംബന്ധിച്ചുള്ള കുറച്ച് എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്ന ഒരു നേതാവായിട്ട് ആൾക്കാർ പലപ്പോഴും പറയപ്പെടുന്ന ഒരു നേതാവാണ് ഷാജി. അപ്പൊ ഷാജിയെ പോലുള്ള നേതാക്കന്മാരൊക്കെ, ഇവൻ കുഞ്ഞാലിക്കുട്ടി ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വഴങ്ങിയാലും ഷാജിയെ പോലുള്ള നേതാക്കന്മാർ വഴങ്ങും. അല്ല, വഴങ്ങിയാൽ അങ്ങനത്തെ ഇത്തരം രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് അല്ലല്ലോ നടക്കുന്നത്. ഇത് ഒരു പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിൽ വഴങ്ങിയാൽ പോരെ. ഒരു കേസിൽ വെള്ളാപ്പള്ളിയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിൽ ഒരു മുൻകൂർ കേസിന്റെ FIR തയ്യാറാക്കുമ്പോൾ തൊട്ട് ഇതിനകത്ത് ഇടപെടൽ നടന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളിക്ക് അനുകൂലമായിട്ട് നടന്നിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ വരുത്തിയാൽ മതി. ഇദ്ദേഹത്തിന് ഇത്തരം ക്രിമിനൽ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഇദ്ദേഹത്തിന്റെ ആവശ്യം. ആ കേസിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ മാർഗമുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു പ്രോസിക്യൂട്ടറെ വെച്ച് കൊടുത്താൽ പോരെ. ഒരു ഏറ്റവും നല്ല മാർഗം ഇങ്ങനെ ഒരു കേസിന് എഴുതിത്തള്ളാതെ കേസായിട്ട് നിലനിർത്തി അതിൻ്റെ അകത്തായ വീക്ക് പോയിന്റ്സ് ഉണ്ടാക്കിയാൽ മാത്രം പോരെ. ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ ആ ലൂപ്പ് ഹോൾ അതേ പിടിച്ച് കയറി രക്ഷപ്പെട്ടുള്ളൂ, കോടതി വെറുതെ വിടും. അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. സിവിൽ കേസുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, പലതും സ്വത്ത് കേസ് ഉണ്ടാകുന്നുണ്ട്. തോക്കാനുള്ള വകുപ്പോടെ ആഡ് ചെയ്യും. പ്രോസിക്യൂട്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രോസിക്യൂട്ടറും ആ രീതിയിലായിരിക്കും. എന്നെ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ഈ ക്രൈം ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളാപ്പള്ളി നടേശൻ ആരാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതും എല്ലാം നന്ദകുമാറാണ്, ക്രൈമിൻ്റെ എഡിറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയായിരുന്നു തോന്നുന്നു. അദ്ദേഹത്തെ അന്ന് മഞ്ഞപ്പത്രമായിട്ട് കളിയാക്കുമായിരുന്നു. പക്ഷെ അന്ന് നന്ദകുമാർ സാർ പറഞ്ഞ എല്ലാം അന്ന് ആ കാലത്ത് പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ശരിയായിരുന്നു. കളക്ടറെ തട്ടിക്കൊണ്ടുപോയ കേസ്, അങ്ങനെ പല കേസുണ്ട്. ഇതെല്ലാം കേസായിട്ട് കിടക്കുക. ഒരു ജപ്തിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി കളക്ടർ വന്നാൽ ജപ്തി നടക്കും. ഇപ്പോൾ കളക്ടർ വരാതിരിക്കണം, മന്ത്രിസഭ കൂടുന്നവരെ. എന്തുകൊണ്ടായിരിക്കും വെള്ളാപ്പള്ളി CPM-നെതിരെ? കാരണം P ജയരാജൻ ഏറ്റവും ആദ്യം വെള്ളാപ്പള്ളിക്കെതിരെ പറഞ്ഞത് ഇപ്രാവശ്യം അത് P ജയരാജനാണ്. പിന്നെ P ജയരാജൻ പറഞ്ഞത് വെള്ളാപ്പള്ളി ഇരു തോണിയിൽ കാലിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് പറഞ്ഞത്. മകനെ ഈ പറഞ്ഞ പോലെ കേന്ദ്രത്തിലോട്ടും അച്ഛൻ സംസ്ഥാന തലത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് അദ്ദേഹം വെള്ളാപ്പള്ളി P ജയരാജൻ പറഞ്ഞത്. അതിനുശേഷം CPM-ലെ പല നേതാക്കന്മാരും, എന്തിനേറെ CPM MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വിളിച്ച് പറഞ്ഞത് പാർട്ടി തോൽവിക്ക് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള കൂട്ടുകെട്ടിന് കൃത്യമായിട്ട് പാർട്ടി എതിർത്തില്ല എന്നുള്ളതും അതിനെതിരെ മറുപടി പാർട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതും അത് പാർട്ടിയുടെ തോൽവിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇതേ വെള്ളാപ്പള്ളി CPM-നെതിരെ പറയുന്നില്ല, ലീഗിനെതിരെ മാത്രം പറയുന്നു എന്നുള്ളത് അത് ഏറ്റവും വലിയ തെറ്റായ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി ഇത് അവിടെ ഉണ്ടെങ്കിലും ഇല്ലേലും, വെള്ളാപ്പള്ളി ഇഷ്യൂ ഉണ്ടെങ്കിലും ഇല്ലേലും പിണറായി വിജയൻ തോക്കുമായിരുന്നു, ഇടതുപക്ഷം തോക്കുമായിരുന്നു. വെള്ളാപ്പള്ളി ഒരു കാരണമായി, നിമിത്തമായതിന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക്
ഈ ഇവർ വെള്ളാപ്പള്ളി ഇത് പറഞ്ഞില്ലെങ്കിൽ മുസ്ലിം ലീഗിനെ വെള്ളാപ്പള്ളി പറഞ്ഞ മുസ്ലിം ലീഗ് ഗൗരവത്തിൽ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞാലിക്കുട്ടിനെ പറഞ്ഞത് അതിന് മറുപടി കൊടുക്കണ്ട, മറുപടി കൊടുക്കേണ്ട, എടുക്കുകയല്ല, സംശയം എന്നാ. വെള്ളാപ്പള്ളിക്ക് മതപാലന സീറ്റുകളിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ പറ്റുന്നത് കുഞ്ഞാലിക്കുട്ടിക്കറിയാം, മണക്കാട് തങ്ങൾക്കറിയാം. ഈ മനുഷ്യൻ മണക്കാട് എന്ത് വേണേൽ പറഞ്ഞു, അതിലൊരു ഭാഷ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. വെള്ളാപ്പള്ളി എത്ര വേണേൽ സതീശനെ പറ്റി പറഞ്ഞു, വെള്ളാപ്പള്ളി എത്ര വേണേൽ സതീശനെ പറ്റി കുറച്ചോട്ടെ. പണ്ട് KC വേണുഗോപാലിനെതിരായിട്ട് കുറച്ചല്ലേ, എന്ത് സംഭവിച്ചു? വേണുഗോപാൽ ജയിച്ചില്ലേ? അങ്ങനെ ഒത്തിരി പേരായിട്ട് വെള്ളാപ്പള്ളി ആരെയൊക്കെ എതിർത്തിട്ടുണ്ട് അവരെല്ലാം ജയിച്ച് വലിയവരായിട്ടേ ഉള്ളൂ. ആ രീതിയിൽ ഉർവശി ശാപം ഉപകാരമാണ്. സതീശൻ ഇവിടെ എത്തി. വെള്ളാപ്പള്ളി കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന തെറി പറഞ്ഞിരുന്ന നേതാവ് സതീശനാണ്. കേരളത്തിന് ഒന്നാം നമ്പർ കാറിൽ കണിച്ചോളങ്ങളുടെ മുമ്പിൽ കൂടെ പോകും അങ്ങോട്ടും ഇങ്ങോട്ടും. വെള്ളാപ്പള്ളി കണ്ടേ അതൊക്കെ നടക്കും. ആലോചിച്ചൊക്കെ വെള്ളാപ്പള്ളി ഏറ്റവും കൂടുതൽ എതിർത്ത മുഖ്യമന്ത്രിയാണ് ഒരു യോഗ്യതയില്ലാത്തവനാണ്. അതിന് പകരം തമ്മിത്തെരുവിടെ ഉണ്ടാക്കാൻ നോക്കി. സതീശനൊക്കെ ഭേദം രമേശ് ചെന്നിത്തല വേണുഗോപാലാണെന്ന് പറഞ്ഞു. അതെ, സതീശൻ മാസ്റ്റർ എന്താ പറയാ, എന്റെ പിതാവിന്റെ വയസ്സുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ ആൾക്ക് അതേ രീതിയിൽ മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റില്ല, വയസ്സിന് മൂക്കുന്ന ഒരാളാണ്, അപ്പൊ ആ ഒരു ബഹുമാനം ഞാൻ കൊടുക്കണം എന്നാണ് സതീശൻ പറഞ്ഞത്. അല്ലാതെ കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയും സതീശനുമായിട്ട് അടി ഉണ്ടാക്കാൻ നോക്കി. അതെ, അവിടെയാണ് പ്രശ്നം. ഇപ്പൊ ലിജു അങ്ങോട്ട് പോകുന്നില്ല കാര്യമായിട്ട്. ലിജു അവിടെ ആലപ്പുഴയിലെ MLA ആണ്, 7 MLA ആണ്. ലിജു അവിടെ നിൽക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടാണോ ലിജു മന്ത്രിയായത്? അങ്ങനെ LDFനെ ജയിപ്പിക്കാൻ നടക്കല്ലായിരുന്നു. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മന്ത്രി വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? സ്ഥാനങ്ങൾ വേണമെന്നാൽ കൊടുക്കാൻ പറ്റുമോ? വെള്ളാപ്പള്ളി എന്ന് പറയുന്നതിൻ്റെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസ് അല്ലെ പൊളിറ്റിക്കൽ റിലവൻസ് ഇന്ന് അബ്സല്യൂട്ട്ലി സീറോ, അബ്സല്യൂട്ട്ലി നിൽ എന്ന് വേണം പറയാം. പൊളിറ്റിക്കൽ റിലവൻസ് വെള്ളാപ്പള്ളിക്കും വേണമെങ്കിൽ ട്രാൻസ്പോർട്ടിൽ ഫ്രീ ടിക്കറ്റ്, 0 ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി അതിനകത്ത് ആ രീതിയിലേക്ക് മാറും കാര്യം. ആ രീതിയിലേക്ക് വെള്ളാപ്പള്ളി മാറുകയാണ്, സ്വന്തം വില കളയുകയാണ്. അഭിപ്രായം പറയുന്നിടത്ത് അഭിപ്രായം നല്ല രീതിയിൽ പറയണം, ധൈര്യമായിട്ട് പറയണം. ഇപ്പോൾ സതീശൻ നല്ല മുഖ്യമന്ത്രിയാണെന്ന് 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞില്ലേ. സതീശന് കൊള്ളാം, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ നല്ലവനാണ്. എന്തിനാ പറയുന്നത്? സതീശന് ഇപ്പം എന്താ പ്രത്യേകിച്ച് ചെയ്തത്? നിസ്സാര കാര്യങ്ങളെ സതീശൻ ചെയ്തിട്ടുള്ളൂ, വിലയിരുത്താറായിട്ടില്ല. പക്ഷെ ഇൻറ്റൻഷൻ കാണിച്ചു. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തൽപരനാണ്, അതിനുള്ള ആർജവമുണ്ട് എന്നുള്ള സാധ്യത സതീശനിൽ കൂടെ നടക്കുന്നൊരു ധാരണ ആർക്കുണ്ടായിട്ടുണ്ട്? ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുള്ളിടത്തോളം കാലം വെള്ളാപ്പള്ളിയൊക്കെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആക്കി എടുത്ത് വെള്ളാപ്പള്ളിയെ വലുതാക്കാനായിട്ടാണ് CPI കൂടെ ശ്രമിക്കുന്നത്.